എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഹരിദ്വാർന്ന് ജോഷിമഠിലേക്ക് പോകേണ്ട തയ്യാറെടുപ്പിലാണ്. പാറുടെ നേരത്തെ റെഡിയായി വെയിറ്റ് ചെയ്ത് വെക്കല. ആ ഹോട്ടലിൽ ഒരു ഫ്രണ്ട്ലി ഡോഗ് ഉണ്ടായിരുന്നു, അതിന്റെ പേര് ഓരോന്നാ. ഇതാണ് നമുക്ക് ജോഷിമഠിലേക്ക് പോകേണ്ട ബസ്. ഇനി നമുക്ക് 10 മണിക്കൂർ യാത്ര ചെയ്യണം. ഏകദേശം 270-280 കിലോമീറ്റർ നമുക്ക് ഈ ബസ്സിൽ ഇനി യാത്ര ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ ബസ്സുകളാണ് ഇവിടെ ഭൂരിഭാഗം ഓടുന്നത്. കാരണം ചെറിയ റോഡുകളും ഭയങ്കര വളവും തിരിവുകളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ബസ്സുകളാണ് ഓടുന്നത് ഈ റൂട്ടിൽ. പീതാംബരേട്ടനും പുഷ്പ ചേച്ചി നമ്മുടെ കൂടെ ഇപ്പോൾ എല്ലാ ട്രിപ്പുകളിലും ഉണ്ടാവാറുണ്ട്. ബസ്സിൽ വേറെ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബസ് ഹരിദ്വാറിൽ നിന്ന് പുറപ്പെട്ടു. ഇനി ജോഷിമഠിലും പൗളിയിലൊക്കെ പോയതിന് ശേഷം തിരിച്ച് നമുക്ക് ഈ ഹരിദ്വാർ വന്നിട്ട് തന്നെയാണ് ബോംബെയിലേക്കുള്ള ട്രെയിന് കയറേണ്ടത്. റൂട്ടാണിത്. നമ്മുടെ ഇന്ത്യയുടെ അങ്ങ് വടക്ക് ഭാഗത്ത് ഉത്തരാഖണ്ഡിൽ ഹരിദ്വാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി നമുക്ക് എത്തേണ്ടത് 270 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഹിമാലയ സാനുക്കളിലുള്ള ജോഷിമഠ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് എത്തേണ്ടത്. അവിടെ നിന്നാണ് നമുക്ക് പിന്നെ പൗളി എന്ന് പറഞ്ഞ ഹിൽ സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. ഇതാണ് നമുക്ക് പോകേണ്ട റൂട്ട്. അതായത് ഹരിദ്വാറിൽ നിന്ന് പുറപ്പെട്ട് ഋഷികേശ്, ദേവപ്രയാഗ്, പിന്നെ ശ്രീനഗർ, രുദ്രപ്രയാഗ്, കർണപ്രയാഗ്, അങ്ങനെ കുറേ പ്രയാഗുകളുണ്ട് ഈ വഴിയിൽ. പ്രയാഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സംഗമങ്ങളാണ്, നദിയുടെ സംഗമങ്ങൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ദൂരം നമുക്ക് ഇന്ന് യാത്ര ചെയ്യണം. അതും ഇതുപോലെയുള്ള ഹിമാലയൻ മലനിരകളുടെ അടുത്തൂടെ പോകുന്നതുകൊണ്ട് തന്നെ റോഡുകൾ മുഴുവനും വളഞ്ഞും തിരിഞ്ഞും ഉള്ള റോഡുകളാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം നമുക്ക് എടുക്കുന്നത്. നമ്മുടെ ഈ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദൈവം എപ്പോഴും കൂടിയുണ്ട് എന്ന് പറയില്ലേ, അതുപോലെയാണ് ഈ യാത്രയിൽ ഗംഗ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഗംഗ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഈ ഹരിദ്വാറിലെത്തുന്നവരെയുള്ള ആ ഒരു വഴിയിലൂടെയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ റൂട്ട് പറഞ്ഞില്ലേ, ഒരു കുറേ പ്രയാഗ് എന്ന് പേരിൽ അവസാനിക്കുന്ന കുറേ പട്ടണങ്ങൾ ഈ വഴിയിൽ വരുന്നതുണ്ട്. പ്രയാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംസ്കൃത വാക്കിൽ നിന്ന് വന്നതാണ്. അതായത് യാഗം എന്നുള്ള അർത്ഥമാണ്. അതായത് പ്രധാനപ്പെട്ട യജ്ഞങ്ങൾ, പൂജകൾ നടക്കുന്ന സ്ഥലം, അതായത് സംഗമങ്ങൾ എന്ന നദികളുടെ സംഗമത്തെ ഇവിടെയുള്ളവർ വലിയൊരു തീർത്ഥ സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഗംഗ പിന്നെ നമ്മുടെ നാട്ടിലെ നദികളെ പോലെ അല്ലല്ലോ. നമ്മുടെ നാട്ടിലെ നദികളൊക്കെ പിന്നെ സഹ്യസാനുക്കളിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ അവസാനിച്ചു. അതിൻ്റെ ഇടയിൽ ആരുമായിട്ടും കമ്പനി കൂടാനൊന്നും അവർ പോകുന്നില്ല. പക്ഷേ ഗംഗ അങ്ങനെയല്ല. ഹിമാലയത്തിൽ നിന്ന് ബംഗാൾ ഉൾക്കടൽ വരെ പോകേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആരെയൊക്കെയോ കൂട്ടിന് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഗംഗ. നമ്മൾ ആ വഴിയിലൂടെ നീളം നമ്മൾ കാണുന്ന ഗംഗയാണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗംഗയായി അറിയപ്പെടുന്നത് 5ാമത്തെ സംഗമത്തിൽ നിന്നാണ്. 5ാമത്തെ സംഗമത്തിൻ്റെ പേരാണ് ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലം. അതാണ് ഹരിദ്വാർ എന്ന് ഋഷികേശ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പട്ടണമാണ് ദേവപ്രയാഗ്. ദേവപ്രയാഗിലാണ് അളകനന്ദ എന്നുള്ള നദിയും ഭഗീരഥി എന്ന നദിയും കൂടി ചേർന്ന് ഗംഗ എന്നുള്ള പേരിലാണ് പിന്നീട് അറിയപ്പെടുന്നത്. അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു സംഗമം കൂടി വരുന്നുണ്ട്. അത് ഉത്തർപ്രദേശിലുള്ള യമുന ഗംഗ സംഗമമാണ്. അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു സംഗമം. അതുകൊണ്ടാണല്ലോ ആ പട്ടണത്തെ അലഹബാദ് എന്നുള്ള പേര് മാറ്റി നമ്മുടെ യോഗിജി പ്രയാഗ്രാജ് എന്നുള്ള പേരാക്കി മാറ്റിയത്. കാരണം അതൊരു വളരെ പ്രധാനപ്പെട്ട സംഗമം നടക്കുന്ന ഒരു പട്ടണമായതുകൊണ്ട് തന്നെ. അതുപോലെ ദേവപ്രയാഗിന് മുന്നേ വരുന്നതാണ് രുദ്രപ്രയാഗ്. രുദ്രപ്രയാഗ് എന്ന് പറഞ്ഞാൽ അളകനന്ദ നദിയും മന്ദാകിനി നദിയും കൂടി ചേരുന്നതാണ് അവിടെ. അതിനു മുന്നേ കർണപ്രയാഗിൽ അളകനന്ദ നദിയും അതുപോലെ പിണ്ടർ നദിയും കൂടി ചേരുന്നതാണ്. അതിനു മുന്നെയാണ് നന്ദപ്രയാഗ്. അതിൽ അളകനന്ദ നദിയും നന്ദാകിനി നദിയും കൂടി ചേരുന്നതാണ്.
അതിനു മുന്നേ വരുന്നതാണ് വിഷ്ണുപ്രയാഗ്. ഈ വിഷ്ണുപ്രയാഗാണ് ജോഷിമഠിലുള്ളത്. അവിടെ ഈ അളകനന്ദ നദിയും വിഷ്ണുഗംഗ നദിയും കൂടി ചേരുന്നു. അങ്ങനെ 5 പ്രയാഗ്, പഞ്ച് പ്രയാഗ് എന്ന് പറയും, പഞ്ച് പ്രയാഗുകളുടെ ഒരു പട്ടണങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഈ 5 പ്രയാഗങ്ങളിലും കൂടെ കഴിഞ്ഞ് ദേവപ്രയാഗിൽ എത്തുമ്പോഴാണ് പിന്നെ ഗംഗയ്ക്ക് ഗംഗ എന്നുള്ള പേര് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. റൈസും നല്ല കൊത്തമ്പാരിയിട്ട് ഇവിടുത്തെ ഭൂപ്രകൃതി ഒരു പ്രത്യേക ഭൂപ്രകൃതിയാണ്. അതായത് പിന്നെ നമ്മുടെ ഭൂമിക്കടിയിൽ നമ്മുടെ തലയുടെ തലയോട്ടി പോലെ കുറേ ടെക്ടോണിക് പ്ലേറ്റ്സ് ഉണ്ടല്ലോ. ആ പ്ലേറ്റുകൾ ജോയിൻ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ വളരെ ഭൂകമ്പ സാധ്യതകളുള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ അതുപോലെ ഈ ഇന്ത്യൻ പ്ലേറ്റും യൂറോ ഏഷ്യൻ പ്ലേറ്റും തമ്മിൽ ജോയിൻ്റ് ആവുന്ന സ്ഥലത്താണ് ഈ ഉത്തരാഖണ്ഡ് അല്ലെങ്കിൽ ഹിമാലയം മുഴുവനും ഏകദേശം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഭൂപ്രകൃതിയാണ് ഇവിടെ. മലകളൊക്കെ വളരെ ചെങ്കുത്തായ മലകളാണ്, നമ്മുടെ നാട്ടിലുള്ള മലകൾ പോലെയല്ല. അതായത് അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലും പിന്നെ കാര്യങ്ങളും ഇവിടെ വളരെ സാർവത്രികമായി സംഭവിക്കുന്നതാണ്. നിങ്ങൾ കാണുന്ന റോഡുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെയൊക്കെ മണ്ണിടിച്ചിലുണ്ടായി റോഡ് തടസ്സപ്പെട്ട് അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സമതലമായിട്ടുള്ള ഒരു ഏരിയ പോലും നിങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് കാണാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള വ്യവസായമോ അല്ലെങ്കിൽ കൃഷിയോ മറ്റോ ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിലുള്ള മലനിരകളെ പോലെയല്ല. അവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് റബ്ബർ നടാം, കുരുമുളക് നടാം, തേയില നടാം. പക്ഷേ ഇവിടെയുള്ള ചെങ്കുത്തായ മലകളിൽ യാതൊരു രീതിയിലുള്ള കൃഷികളും നമുക്ക് നടക്കില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിലുള്ള കാര്യമായിട്ടുള്ള വരുമാനം ഇതുപോലെയുള്ള ടൂറിസത്തിൽ നിന്നുള്ള വരുമാനമാണ്. ഈ യാത്രകൾ എളുപ്പമാക്കാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ റെയിൽവേയുടെ ഒരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഋഷികേശിൽ നിന്ന് കർണപ്രയാഗ് വരെയുള്ള ഒരു 125 കിലോമീറ്റർ റെയിൽവേ ലൈനിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ 6-7 മണിക്കൂർ എടുക്കുന്ന യാത്ര അത് വന്നു കഴിഞ്ഞാൽ അവർ 2 മണിക്കൂറായി ചുരുങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ജോഷിമഠിൻ്റെ അവിടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ കോട്ടി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കഴിഞ്ഞു. ജോഷിമഠിലെത്തുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ലാൻഡ്സ്കേപ്പ്. അപ്പോൾ ജോഷിമഠ് എന്ന് പറയുന്ന സ്ഥലം ഇതിനിടയിൽ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ കേട്ട് കാണും. അതായത് ജോഷിമഠ് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, താണുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ. അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ലാൻഡ് വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു ഇതാണ്. കാരണം വളരെ പെട്ടെന്ന് പൊട്ടി പോകാവുന്ന രീതിയിലാണ് ഇവിടുത്തെ മലകളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ അതിനെ ബാധിക്കുന്നുണ്ടായിരിക്കും എന്നാണ് പരിസ്ഥിതി പ്രവർത്തകരൊക്കെ പറയുന്നത്. ഇവിടെ പ്രധാനമായും റോഡുകൾ വീതി, കാരണം നിങ്ങൾക്കറിയാതെ ഇവിടെ 2 ബസ് വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല, അങ്ങനെയുള്ള റോഡുകളാണ്. അപ്പോൾ ഇതിൻ്റെ വീതി കൂട്ടുന്ന പണി പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ വീതി കൂട്ടുമ്പോൾ തന്നെ ആ മലയുടെ ഭാഗത്തേക്ക് കുറേ മുകളിലോളം പിന്നെ കമ്പി പാര അടിച്ച് കയറ്റി അതിനെ നെറ്റ് ഉപയോഗിച്ച് ബന്ധിച്ച് സേഫാക്കുന്ന നമ്മുടെ കൊങ്കൺ പാതയിൽ നമ്മൾ കാണുന്ന പോലെയുള്ള പ്രവർത്തനങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്, അതായത് തപോവൻ വിഷ്ണുഘട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റും ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും ഈ സ്ഥലത്തിനെ അത് ബാധിച്ചിട്ടുണ്ട്, ഈ സിങ്കിങ്ങിനെ അത് ബാധകമായിട്ടുണ്ട് എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ശാസ്ത്രീയമായി ഇതുവരെ തെളിയിച്ചിട്ടില്ലാത്ത വസ്തുതകളാണ്. ജോഷിമഠിന് വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു ലൊക്കേഷനും കൂടിയാണ്. ഒന്നാമത് ഇത് ബദ്രിനാഥ് എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ്. അവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ടൗണാണ് ഈ ജോഷിമഠ്. ഇവിടുന്ന് ചൈന ബോർഡറിലേക്ക് ഏകദേശം 100 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതുകൊണ്ട് തന്നെ
നമ്മുടെ സൈന്യത്തിനും വളരെ തന്ത്രപ്രധാനമായ ഒരു ലൊക്കേഷനാണ് ജോഷിമഠ്. നമ്മൾ കാണാൻ പോകുന്ന ഓയിലിയൊക്കെ BSFൻ്റെ കൺട്രോളിലുള്ള സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളൊക്കെ മലയിടിഞ്ഞ് റോഡ് ബ്ലോക്കായത് അവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പണി ഇവിടെ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് ആൾക്കാർ വരുന്നത് വളരെ കുറയും. പിന്നെ ഇവർക്ക് എനിക്കൊന്ന് ഈ ടൂറിസ്റ്റ് സീസണിൽ മാത്രമേ ഇവിടെയുള്ള ആൾക്കാർക്ക് കുറച്ചെങ്കിലൊക്കെ വരുമാനം ഉണ്ടാവുള്ളൂ. അതിനുശേഷം മഴക്കാലത്ത് മുഴുവനും ഇവിടെ യാതൊരു വരുമാനം ഇല്ലാത്ത അവസ്ഥയായിരിക്കും. മാത്രമല്ല ഇവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതി നമ്മൾ മനസ്സിലാക്കിയത് വേറെ, നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു ഈ ചെങ്കുത്തായ മലകളുടെ മുകളിൽ താമസിക്കുന്നവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടുന്നൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഹിമാലയത്തിൽ നിന്ന് വരുന്ന അരുവികൾ, ഈ മലഞ്ചെരുവിലൂടെ വരുന്ന അരുവികളുടെ അവിടെ നിന്ന് അത് വഴിതിരിച്ചു വിട്ട് ഓരോ പട്ടണത്തിൽ ഇവരതിൻ്റെ ജലസംഭരണികൾ ഉണ്ടാക്കി. ആ ജലസംഭരണികളിലുള്ള വെള്ളമാണ്. കാരണം മഴക്കാലത്ത് മഴയിലൂടെയും പിന്നെ വേനൽക്കാലത്ത് മഞ്ഞുരുകിയും പിന്നെ വർഷം മുഴുവനും വെള്ളം ലഭിക്കും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ടാണ് ഇവർ ആ വെള്ളം ഒഴുകി വരുന്ന വഴികളുടെ ഓരത്തായിരിക്കും ഈ പട്ടണങ്ങൾ മിക്കവാറും സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള വഴികളിലൂടെ തന്നെ ആയിരിക്കും പിന്നെ ഈ മണ്ണൊലിച്ച് പിന്നെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ ആൾക്കാർ മരിക്കുന്നത്. കാരണം ആ ഉരുൾപൊട്ടൽ പൊട്ടി വരുന്ന വഴികളിലായിരിക്കും മിക്കവാറും എല്ലാ പട്ടണങ്ങളും സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കയറി വന്ന റോഡാണ് അപ്പുറത്തെ മലമുകളിൽ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ പട്ടണവുമുണ്ട്. അതിൻ്റെ പുറകിൽ നമുക്കൊരു മഞ്ഞുമലയും കാണാം. ഇത് മലയിടിഞ്ഞ സ്ഥലം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ റോഡ് മോശമായ നമ്മൾ PWD ചീത്ത വിളിക്കും അല്ലേ? എങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ PWDക്ക് സ്ഥിരം ചീത്ത കേൾക്കാനേ സമയം ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ സ്ഥിരം മല ഇടിച്ചിലാണ്. മഴക്കാലത്ത് ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന നാട്ടുകാരുടെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിനെ അറിയുള്ളൂ. കൃത്യമായിട്ടൊരു ബസ്സിന് പോകാൻ മാത്രമേ സ്ഥലമുള്ളൂ. പപ്പു പറഞ്ഞല്ലോ, പഠിച്ചോനെ നിങ്ങൾ കാത്തോളി, അങ്ങനെ ഒരു ടയർ സ്ലിപ്പായാൽ പോയി. ഇങ്ങനെയുള്ള വഴികളിലൂടെയൊക്കെ ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരെ സമ്മതിക്കണം. അതാണ് അത് കഴിഞ്ഞ ഉടനെ ഫ്രെയിമിൽ ഞാൻ അയാളെ കാണിച്ചത്. ദൂരെ മഞ്ഞുമലകൾ കാണാൻ തുടങ്ങി. എല്ലാവർക്കും എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൂടി വരുന്നുണ്ട്. കാരണം ആദ്യമായിട്ടാണ് എല്ലാവരും മഞ്ഞ് കാണാൻ പോകുന്നത്. ഏതായാലും ഇതിൻ്റെ അർത്ഥം ജോഷിമഠ് ഇനി അധികം ദൂരെ അല്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ജോഷിമഠിലേക്കുള്ള കവാടാണിത്. ഇടത്തോട്ട് പോയാൽ ജോഷിമഠിലേക്കുള്ള ബദ്രിനാഥിലേക്കുള്ള വഴിയും വലത്തോട്ടേക്ക് നമ്മളിപ്പോൾ കയറിയത് ഓലിയിലേക്കുള്ള വഴിയാണ്. എനിക്ക് തോന്നുന്നു ഓലിയിലോട്ട് പോകുന്ന വഴിയിലാണ് നമ്മുടെ താമസിക്കേണ്ട ഹോട്ടലും അതുപോലെ നമ്മുടെ ഈ ബസ് സ്റ്റാൻഡും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഒരു കാറ് വന്നാൽ പോലും സൈഡ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ. അപ്പോൾ ബസ് എങ്ങനെ പോകുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ജോഷിമഠിലേക്ക് എത്തിയതുകൊണ്ടാവും മഞ്ഞുമലകൾ ഇപ്പോൾ കൂടുതൽ അടുത്തുനിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഓലിയിലേക്ക് ഇവിടെ നിന്ന് ഇനി അധികം ദൂരമില്ല. പക്ഷേ നമ്മൾ ഇന്ന് ഓലിയിലേക്ക് പോകുന്നില്ല. ഇന്ന് ജോഷിമഠിൽ താമസിച്ച് നാളെ രാവിലെയാണ് നമ്മൾ ഓലിയിലേക്ക് പോകുന്നത്. അപ്പൊ 10 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തു ഹരിദ്വാറിന് ജോഷിമഠിലേക്ക്. ഇപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഹോട്ടലില് പഞ്ച്വട്ടി എന്നാണ് നമ്മുടെ ഹോട്ടലിന്റെ പേര്. റെസ്റ്റോറൻറ്റും കൂടിയാണ്. ഇനി നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ റൂം അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് പോയി കാണാം. ഇവിടെ പാറുണ്ട് കാണിക്കാൻ. നമുക്ക് സ്റ്റെയർസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലിഫ്റ്റ് യൂസ് ചെയ്യാം. ഇവിടെ നമ്മളുടെ ടോപ്പ് ഫ്ലോർ ആണ്, ടെറസ് പോലെ ഉണ്ട്. ഇതാണ് നമ്മളുടെ റൂം. ഇവിടെ 2 ബെഡ് ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഞാൻ ഒറ്റക്കാരനും 3 ആള് കീടിയാവുന്നത്. പിന്നെ അമ്മ ഇരിക്കുന്നത് ആടെ സോഫയിലാണ്. അത് വേറെ ആയിട്ട് 2 സോഫ ഉണ്ട് ഇവിടെ. അത് ഹീറ്ററാണ്. ഉത്തരാഖണ്ഡിന് സ്പെഷ്യൽ ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവര് നമുക്ക് ഈ ഡിഷ തന്നെ, ചിക്കൻ പഹാഡി തിക്ക. ഈ ആലു സബ്ജി ഇവിടുത്തെ ലോക്കൽ ഡിഷാ. നമുക്ക് എല്ലാവർക്കും കുറെ ഇഷ്ടായി.
ആ ഹോട്ടൽക്കാർ നമുക്ക് വേണ്ടിയിട്ട് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൂട് അന്നേരം 6 ഡിഗ്രിക്കും 10 ഡിഗ്രിക്കും ഇടയിലായിരുന്നു. രാത്രി എന്നിട്ട് അത് ഏകദേശം 3 ഡിഗ്രി വരെയൊക്കെ ആയിരുന്നു. പാറുവിൻ്റെ കാലുതടൽ സൂപ്പർ ഹീറോ ആണ് അച്ഛൻ. അതിൻ്റെ അകത്ത് എനിക്ക് മോചനമില്ല. അപ്പോൾ ഞാൻ അവിടെയും എൻ്റെ ആ ജോലി തുടർന്നു. അപ്പോൾ നമ്മളിന്ന് ജോഷിമഠിലെ ഹോട്ടലിൽ വിശ്രമിച്ച് നാളെ രാവിലെ ഹോളിയിലേക്ക് പുറപ്പെടും. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.